ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഹെയറിൻ്റെയും ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സാധനത്തിനെ പറ്റി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ നമ്മളൊരു ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. അപ്പം നമ്മുടെ ഒരു ചാനൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി ആണ്. റോസ്മേരി ഓയിൽ എന്ന് പറയുന്നുണ്ട്, നമുക്ക് റോസ്മേരി സ്പ്രേ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ഹെയർ ഗ്രോത്തിന് ഇപ്പം കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത്, എല്ലാവരും ചെയ്തിട്ടും നല്ല റിസൾട്ടായിട്ടൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഇത്ര വലുപ്പമുള്ള ഒരു ലീഫ് പോലത്തെ, നമ്മൾ ഈ ചെടി ഉണ്ടാവില്ല, പുല്ല് പോലത്തെ ഒരു സാധനമാണ്. അത് നമ്മളിപ്പം ഓൺലൈനായിട്ടും നോർമലായിട്ട് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്പ്രേ ആയിട്ടും ഉണ്ട്, നിങ്ങൾക്കത് റോസ്മേരി ഓയിൽ ആയിട്ടും വരുന്നുണ്ട്. രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിലോ നമ്മളെ സ്കാൽപ്പ് ഓയിലി കണ്ടന്റ് കുറവാ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് കുറവാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പുതിയ ബേബി ഹെയർസ്, നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ഹെയർസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് അത് വിസിബിളായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഹെയർ ഇല്ല, അതുപോലെ കഷണ്ടി കാര്യങ്ങളൊക്കെ ഒരു ഏജ് ആവും, നമുക്ക് കഷണ്ടി കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്തിട്ട് അതുപോലെ ഹെയർ ഗ്രോത്ത് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം കൂടുതലായിട്ടും നല്ല രീതിയിൽ റിസൾട്ട് കണ്ടുവരുന്നതാണ് റോസ്മേരി എന്നുള്ളത്. അപ്പോൾ ഞാനൊന്ന് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും, നല്ലതാണ്, നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഹെയർ കയറിയതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഹെയർ ഫോൾ, നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ട്, സ്പ്ലിറ്റ്നെസ് അല്ല ഹെയർ ഫോൾ ഉണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു റോസ്മേരിൻ്റെ ഓയിലോ അല്ലെങ്കിൽ സ്പ്രേയോ വാങ്ങിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഹെയറിൽ എവിടെയാണോ നിങ്ങൾക്ക് ഇതാവുള്ള വെച്ചാൽ ആ ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ചെയ്ത് കൊടുക്കുക. ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നീ സ്പ്രേ പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് സ്പ്രേ വാങ്ങിക്കുക കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറിയൊരു മസാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ ബേബി ഹെയർസ് നമുക്ക് ആ നെറ്റ് കെയറിലൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പം ഇതിന് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് നമുക്ക് രണ്ടും എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റോസ്മേരി ഓയിലും ഉണ്ട്, റോസ്മേരി സ്പ്രേയും ഉണ്ട് പറയുന്നുണ്ട്. റോസ്മേരി ഓയിൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിലോ, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സ്റ്റോറിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റ് ചെറുതായിട്ട് ഇറിറ്റേഷൻ കാര്യങ്ങൾ, സ്കാൽപ്പിലൊക്കെ ഇറിറ്റേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ 1 സ്പൂണോ 2 സ്പൂണോ നിങ്ങളെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വെളിച്ചെണ്ണ എടുക്കുക, കൂടുതലാക്കണ്ട. വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അത് ഡബിൾ ബോയിൽ ചെയ്യുക. ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വേണം ഈ 2-3 തുള്ളി റോസ്മേരി ഓയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് പിന്നെ അത് ഡബിൾ ബോയിൽ ചെയ്യരുത് കേട്ടോ. അത് ഡബിൾ ബോയിൽ ചെയ്യരുത്. ഫസ്റ്റ് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ റോസ്മേരിൻ്റെ ഓയിൽ ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് ഒന്ന് ചൂടാറിയതിനു ശേഷം ഇളം ചൂടിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്കാൽപ്പിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ടൈം വെക്കേണ്ട, നിങ്ങൾക്ക് നീരിറക്കമുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ ടൈം വെക്കേണ്ട. അതുപോലെ ഈ ഒരു ഹെയർ രാത്രി ചെയ്യുന്ന ആളുകളുണ്ടാവും, നമ്മൾ കിടക്കുന്നതിന് മുന്നേ അതേപോലെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്തിട്ട് ഞാനതത്ര പറയുന്നില്ല. ചിലപ്പോൾ എന്ന് വെച്ചാൽ നീരിറക്കം വരും, അതുപോലെ തുമ്മൽ വരും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് ചിലർക്ക്. ഞാനൊരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആയത്, അതേപോലത്തെ ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതെന്നാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഈ രീതിയാണ് നമ്മൾ ഓയിൽ ആണെങ്കിൽ ചെയ്യേണ്ടത്, റോസ്മേരി ഓയിൽ ആണെന്നുണ്ടെങ്കിൽ. അല്ല നിങ്ങൾ റോസ്മേരി സ്പ്രേ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും, ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അതായത് ആ ഒരു പാക്കറ്റ്, ലീഫിൻ്റെ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇത്ര എളുപ്പമുള്ള ലീഫ് ആയിരിക്കും, അത് ചെറുതായിട്ട് പിന്നിയിട്ട് നമ്മളൊരു അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സ്പ്രേയിലേക്ക് വേണ്ട, ഒരു ബോട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മളെ പുതിനേൻ്റെ ഇല ഒരു 4-5 പുതിനേൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. അതായത് സിമ്മിലിട്ട് തിളപ്പിക്കണം, എടുത്തടിക്ക് ഇങ്ങോട്ട് തിളപ്പിക്കരുത്. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതങ്ങ് വെള്ളത്തിൽ ലയിച്ച് തന്നാൽ ചെറുതായിട്ട് മെല്ലെ ആ വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ആയിട്ട് വരണം. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. എന്നിട്ട് അത് ചൂടാറിയതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും, ആ രീതിയിൽ ചെയ്യുക. ഇപ്പം ഞാൻ
ഉപയോഗിച്ച സാധനം ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വരുന്നുണ്ട്. ആൽപ്സ് ഗുഡ്സിൻ്റെ ആണ് വരുന്നത്. 225 രൂപ. അത് 2 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു, ഓഫറിൽ വന്ന 2 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. അല്ല നിങ്ങൾ വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതും. നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ സ്പ്രേ ആകുമ്പോൾ നിങ്ങൾക്ക് രാത്രിയൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. രാത്രി അത് സ്പ്രേ ആകുമ്പോൾ തന്നെ വലിയ പ്രശ്നമില്ല. ഓയിൽ പോലെയല്ല, നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ എവിടെയാണ് വേണ്ടത് വെച്ചാൽ അവിടെ അടിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് വെക്കുക. അപ്പം ഈ രീതിയാണ് നമ്മളെ ഈ ഒരു റോസ്മേരി ഓയിൽ ആണെങ്കിലും റോസ്മേരി സ്പ്രേ ആണെങ്കിലും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു, എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഹെയർ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ സ്കാൽപ്പ് ക്ലിയർ ആയിട്ടും താരനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പം കൂടുതലായിട്ട് റിസൾട്ട് വരുന്നതാണ്. നിങ്ങളെല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് ബേബി ഹെയർസ്, നെറ്റ് കെയറിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ആ റിസൾട്ട് കാണാൻ പറ്റും. ഓയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ആ ഒരു രീതിയിൽ മാത്രമേ നമുക്കത് സ്കാൽപ്പിലേക്ക് നമുക്കത് കറക്റ്റായിട്ട് നമ്മളെ ഹെയറിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.